വ്യത്യസ്ത തരം കടങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ടെക്നിക്കൽ ഡെറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഡെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ സ്ഥാപനത്തിൻ്റെ കടം. ഇതെന്താ സംഭവം? ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 ടൈപ്പ് മാനേജേഴ്സിന് നമ്മൾ എടുക്കുക. ഒരു മാനേജർ അദ്ദേഹം പറയും, എനിക്കത് അറിയാം, ഓർമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ മൈൻഡിലെല്ലാം ഉണ്ട് എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരാൾ വരുമ്പോൾ ഹയർ ചെയ്യേണ്ടത് എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ മൈൻഡിലുണ്ട്. നത്തിങ് ഈസ് ഡോക്യുമെൻറ്റഡ്. ഒന്നും റിട്ടൺ അല്ല, SOPകളായിട്ടോ സിസ്റ്റായിട്ടോ. മറ്റൊരു മാനേജർ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റഡ് ആണ്, SOPകളായിട്ട് അത് കൃത്യമായിട്ട് ബ്ലൂ പ്രിൻറ്റുകളുണ്ട്. അപ്പോൾ ഒരു പുതിയ സ്റ്റാഫ് വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് അത് ഫോളോ ചെയ്യാൻ കഴിയും. ഒന്നാമത്തെ മാനേജറിൽ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് സ്ട്രക്ചർ ഇല്ലാത്ത, ഡോക്യുമെൻറ്റേഷൻ ഇല്ലാത്തൊരു കമ്പനിയിൽ പുതിയൊരു സ്റ്റാഫ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ട്രെയിനിങ് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നു. അദ്ദേഹം പോകുന്ന സമയത്ത് അഗെയിൻ പൂർണ്ണമായിട്ടും അതേ ട്രെയിനിങ് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യാത്തത് കൊണ്ട് അതേ ആളുകളെ വെച്ച് കൊടുക്കുന്നു. മാത്രമല്ല വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത ആളുകൾ നമ്മളെ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് വലിയ രൂപത്തിലുള്ളൊരു നഷ്ടമാണ്. ചില തിങ്കേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഗുരുക്കളൊക്കെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ലോസ് ഓഫ് നോളജ് ഈസ് അക്കിൻ ടു ദ ലോസ് ഓഫ് ബില്യൺസ് എന്നാ. $1 ബില്യൺ നഷ്ടത്തിന് തുല്യമാണ് ഇത്തരത്തിലുള്ള ഒരു നോളജ് ലോസ്. ഇപ്പോഴത്തെ എനിക്ക് പുതിയതായിട്ട് ഞങ്ങളുടെ ക്യാമ്പസിലുണ്ടായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷനായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റാഫിന് വേണ്ടിയിട്ട് ക്വാർട്ടേർലി സർവേകൾ നടത്തിയിരുന്നു. ഈ സർവേ നമ്മൾ ഗാലപ്പ് സർവേയും അതുപോലെ നമ്മുടെ കോർ ടീം എല്ലാവരും കൂടി ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു സർവേയാണ്. ഒരു 2-3 ഡേയ്സ് നമ്മൾ റിസോർട്ടിലേക്ക് മാറി നിന്ന് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റാഫുകളും കൂടി ഒരു സർവേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം എത്ര രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത്രയും ആളുകളുടെ അത്രയും വർക്ക് ഫോഴ്സ് അവർക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു ബ്രെയിൻ സ്റ്റോമിങ് ചിലവഴിക്കുന്ന സമയം, ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2-3 ലക്ഷം രൂപ എക്സ്പെൻസ് വരാണ്. പിന്നീട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കൃത്യമായിട്ട് ഡാർക്ക് ആർക്കൈവിങ്ങും ഡോക്യുമെൻറ്റേഷൻ സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സംഭവം, ആ ഒരു സർവേ അവർ ഡോക്യുമെൻ്റ് ചെയ്യാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ കൃത്യമായിട്ട് അത് പിന്നീട് പരതിയെടുത്ത്, അങ്ങനെ വാട്സപ്പിലാണുള്ളത്, നമ്മൾ ഗൂഗിൾ ഡ്രൈവിലാക്കി വെച്ചിട്ടില്ലായിരുന്നു. കണ്ടെത്താൻ വേണ്ടി 1-2 ദിവസം നമ്മൾ എടുത്തു. ഇൻ കേസ് അത് നമുക്ക് മിസ്സായി എന്ന് കരുതാം. അപ്പോൾ മിസ്സായാലും നമുക്ക് എത്ര വലിയ ലോസാണ്. എഗെയിൻ നമ്മൾ അതിന് വേണ്ടി ബ്രെയിൻ സ്റ്റോം ചെയ്യണം. ഇങ്ങനെയാകുമ്പോൾ പിന്നെ എപ്പോഴാണ് നമുക്ക് സ്കെയിൽ ചെയ്യാൻ കഴിയുക? അപ്പോൾ ഈ ഒരു റൈറ്റിംഗ് ഇല്ലാത്ത എല്ലാ ഫൗണ്ടറുടെയും ഡയറക്ടറുടെയും തലയിൽ നിൽക്കുന്ന ഒരു കമ്പനി അത് വലിയൊരു ട്രാജഡി കമ്പനിയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം, SOPകൾ വേണം. ഇപ്പോൾ അമേരിക്കയിലെ സൊളാൻ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ സീനിയർ ലെക്ചറായിട്ടുള്ള പീറ്റർ സെഞ്ചിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലേണിംഗ് ഓർഗനൈസേഷനെ കുറിച്ച് പറയുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് ഒരു ലേണിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുന്നുള്ളതാണ്. ലേണിംഗ് ഓർഗനൈസേഷന് മാത്രമാണ് ഫ്യൂച്ചറിൽ ത്രൈവ് ചെയ്യാൻ കഴിയുക എന്നാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനികളിൽ പരമാവധി എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കലി ഡോക്യുമെൻ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വർക്ക് ഒരു 50% നമുക്ക് കുറക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, പുതിയ രൂപത്തിലേക്ക് നമുക്ക് സിസ്റ്റമാറ്റൈസ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. അതിന് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് നമുക്കവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്.